കേരളം ജയിക്കും, UDF നയിക്കും, VD സതീശൻ മുഖ്യമന്ത്രിയാവും, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാവും, വിദ്യാഭ്യാസ മന്ത്രി ചിലപ്പോൾ തിരുവഞ്ചൂരായിരിക്കും. നമ്മളിന്ന് നിൽക്കുന്നത് മാവേലിക്കര നിയോജക മണ്ഡലത്തിലാണ്. വാശിയേറിയ പ്രചരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് വിജയത്തേലിലേറുക എന്നത് നമുക്ക് വോട്ടർമാരോട് തന്നെ ചോദിച്ചറിയാം. പോകാം അവരുടെ വാക്കുകളിലേക്ക്. കേരളം ജയിക്കും, UDF നയിക്കും, VD സതീശൻ മുഖ്യമന്ത്രിയാവും, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാവും, വിദ്യാഭ്യാസ മന്ത്രി ചിലപ്പോൾ തിരുവഞ്ചൂരായിരിക്കും. കോട്ടയം ജയിക്കും. മാവേലിക്കര മുത്തു സാരി ഉറപ്പാ. ഭൂരിപക്ഷം 100 സീറ്റിന് ഭൂരിപക്ഷം കിട്ടും. മാവേലിക്കര 100 സീറ്റിന് ഭൂരിപക്ഷം കിട്ടും. ഞാൻ പറഞ്ഞ 3000 വോട്ടിന് ഭൂരിപക്ഷം. ഈ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും ജനങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് ജീവിക്കണം. അല്ലാതെ ഇവരെയൊക്കെ അവരവരുടെ പള്ള വീർപ്പിക്കുന്നതല്ല. ഞങ്ങളെ കൊണ്ടൊന്നും ഇതവരെ എനിക്കറിയത്തില്ല. എനിക്ക് 54 വയസ്സായി. പിന്നെ ആര് ജയിക്കാൻ എനിക്ക് ഇച്ചിരി ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ ഒരു നല്ലൊരു മനുഷ്യൻ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഒരു പവറായി എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ ഈ അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലൂടെയാണ് MS അരുൺകുമാർ ജയിച്ചത്. ഈ പ്രാവശ്യം മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഒരു 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലൂടി MS അരുൺകുമാർ ജയിച്ച് മുന്നേറും. ഈ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയത് ഈ MLA ഈ 10 വർഷം കൊണ്ടുള്ള ഈ രാജേഷ് MLA അത് കഴിഞ്ഞ് ഈ അരുൺകുമാറും ആണ്. ഇവിടെ മാവേലിക്കരയുടെ മൊത്തം വികസനത്തിനും കാരണക്കാരൻ ഈ 2 MLA, ഇടതുപക്ഷത്തിൻ്റെ ഈ 2 MLAമാരാണ്. അതുകൊണ്ട് മാവേലിക്കരയുടെ മുഖച്ഛായ തന്നെ മാറി. ഈ MLAയുടെ പ്രവർത്തനം ചെല്ലാത്ത ഒരു വാർഡ് പോലും ഇല്ല. എല്ലാ വാർഡിലും റോഡിൻ്റെ ആയാലും എല്ലാ കാര്യത്തിനും വികസനം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് MS അരുൺകുമാർ തന്നെ വൻപിച്ച് ഭൂരിപക്ഷത്തിലൂടെ ഈ അസംബ്ലി മണ്ഡലത്തിൽ ജയിച്ചു പോകും. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നിടം മാവേലിക്കര അസംബ്ലി മണ്ഡലമാണ്. തൊട്ട് അടുത്തത് കായംകുളം മണ്ഡലമാണ്. രണ്ടിൻ്റെ കൂടെ എൻ്റെയാണ്. ഈ രണ്ടിടത്തും നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം കയറി വരും. എന്ന് വെച്ചാൽ അതുപോലുള്ള വികസന തുടർച്ച പോരാങ്കിൽ ഇപ്പം 10 വർഷം നടത്തിയ ആ വികസനത്തിൻ്റെ പാതയിലാണ് മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അനവധി കാര്യങ്ങളുണ്ട്. റോഡായി, പാലങ്ങളായി, വിദ്യാഭ്യാസ മേഖലയായി, ആരോഗ്യ എല്ലാ രംഗത്തും മുൻപന്തിയിൽ തന്നെയാണ്. ഇതിനൊരു തുടർച്ചയായിട്ട് മൂന്നാമതും ഈ സർക്കാർ വരേണ്ടത് ആവശ്യകതയാണ്. ജനങ്ങളുടെ എല്ലാ ക്ഷേമത്തിനും ഏത് കാര്യത്തിനും ഇപ്പോൾ ഈ സർക്കാർ കയറിയതിന് ശേഷം ഒരുപാട് നിപ, കോവിഡ്, ഒരുപാട് പ്രളയം എല്ലാം ഇതിനെ അതിജീവിച്ച് കേന്ദ്രം ഞെരുക്കിയിട്ട് പോലും അതിനെയെല്ലാം അതിജീവിച്ച് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് തുടർന്ന് പോകണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആവശ്യം. അത് നല്ല രീതിയിൽ തന്നെ പോവുകയും നല്ല ഭൂരിപക്ഷത്തിൽ ഇരുകൂട്ടരും ജയിക്കുമെന്നാണ് പറയുന്നത്. മണ്ഡലവും ഭരിച്ച് നല്ല ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങണം. അതാകുമ്പോൾ ഏറ്റവും മുന്നിൽ. ഇപ്പം ഭരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കത്രികയും കാര്യമൊക്കെ വെച്ചാലും ഒരു കാര്യമായിട്ടുള്ള ഒരു രീതിയിലല്ല പോകുന്നത്. അതെന്ന് കഴിഞ്ഞാൽ 50 വർഷം കിടന്നാലും കുഴപ്പമില്ലെന്നാണ് സജി ചെറിയാനും ഒക്കെ പറയുന്നത്. അവരുടെ സജി ചെറിയാൻ്റെ 2-3 മക്കൾ ഡോക്ടർമാരാണ്. പക്ഷേ ആ വ്യക്തി ഇതുപോലാന്നല്ല മക്കളെ ജനങ്ങളെ നോക്കിയിട്ട് ഇതുപോലെ കത്രിക വെച്ച് വിട്ട് കഴിഞ്ഞാൽ അവരുടെ മക്കൾക്ക് ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പം വരുമോ? മെയിനായിട്ടുള്ളതാണ് നമ്മുടെ ഭരണമല്ല ഏറ്റവും ആവശ്യം. ഭരിക്കുന്നതിനെക്കാട്ട് നല്ലത് നമ്മൾ ഭരിച്ചു നിൽക്കുന്നത്. മുന്നോട്ട് നീങ്ങുമ്പോൾ അത് എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്നുള്ളത് അത് ജനങ്ങളുടെ വോട്ട് മൂലമല്ലേ ഇത്രയും മുന്നോട്ട് പോകുന്നത്. കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ അത് അവരവരുടെ വീട്ടുകാർക്കാണ് മുൻതൂക്കം എടുക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ട റാങ്ക് ലിസ്റ്റിലും ഇന്നലത്തെയും പത്രത്തിൽ കിടക്കുന്നത് റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ജോലിയില്ല, പുറം നിയമനം എടുക്കുകയാണ്. പിന്നെ എന്തിനാ പിള്ളേർ പഠിക്കുന്ന ഈ കണക്കിന്? മാവേലിക്കര മണ്ഡലത്തിൽ നമുക്കിപ്പം കാര്യത്തിൽ നമ്മളിപ്പം ഇങ്ങനെ തന്നെ മുന്നിൽ പോകുന്നത് CPM പോകുന്നത്. പിന്നെ അത് ഭരിക്കുന്നതുകൊണ്ടെന്ന് വെച്ചാൽ ഒത്തിരിയും കാര്യങ്ങൾ നല്ലതായിട്ട് പോകുന്നുണ്ട്. ഇവിടെ നോക്കിയാലും CPM-ൻ്റെതാ മുൻതൂക്കം കാണുന്നത്. പിന്നെ ഈ കൊച്ചിനെ ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. ആരെ മുത്താരെ ചാരുമുട്ടിലുള്ളതെന്ന് ഞാൻ അറിഞ്ഞ്. പിന്നെ എൻ്റെ വീട്ടിൽ 5 വോട്ടുണ്ട്. അത് ഞങ്ങൾക്കൊരു ഒരാളവർക്ക് കൊടുത്തിരിക്കും. അത് ഇന്നവർക്കൊന്നും ഞങ്ങൾ പറയത്തില്ല. അരുൺകുമാറെ മാവേലിക്കര ജയിക്കത്തുള്ളൂ, വേറെ ഒരു പാർട്ടി ജയിക്കത്തില്ല. കാരണം വെച്ചാൽ 18 വർഷം കൊണ്ട് കോൺഗ്രസ് കുടിശ്ശികയാക്കി ഇട്ടേച്ച് പോയതാണ്. ഞങ്ങളുടെ
ഈ പിന്നെ പെൻഷൻ വരെ അതെല്ലാം ഈ പിണറായി കയറി ഞങ്ങൾക്കെല്ലാം കിട്ടാൻ തുടങ്ങിയത്. 1600 വന്ന് 2000 വരെ ഇപ്പോൾ കൊണ്ടുവന്നു. ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ ഒന്നിച്ച് ഞങ്ങൾക്ക് തന്നു 4000 രൂപ. അപ്പോൾ ആർക്കാണ് ചെയ്യേണ്ടുന്നത്? ആർക്ക് ചെയ്യണം? വീടുമില്ല കൂടുമില്ലാതെ പിന്നെ 2001 2004 അപേക്ഷ കൊടുത്തതാണ്. ഓരോ രീതിയിലും അവരെല്ലാം കൈമലത്തി കാണിച്ചത്. കഴിഞ്ഞ പ്രാവശ്യവും കോൺഗ്രസ് അവിടെ ജയിച്ച് അന്നേരവും പറഞ്ഞെന്തോ അറിയോ? അതൊന്നും ഇപ്പോൾ നടക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആർക്കാണ് നമ്മൾ വോട്ട് കൊടുക്കുക? അപ്പോൾ ഇതേ ഉള്ളു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജയിക്കത്തുള്ളൂ അവിടെ. അല്ലാതെ ആര് വന്നാലും കിട്ടത്തില്ല, താമരയ്ക്കും കിട്ടത്തില്ല. നല്ല ഭൂരിപക്ഷത്തിൽ MS അരുൺകുമാർ ജയിക്കാനാണ് സാധ്യത. കേരളത്തിലെ മൊത്തമായിട്ട് നടക്കുന്ന വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാവേലിക്കരയും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അത്ര ഉറപ്പിച്ച് പറയാൻ കാര്യം. അപ്പം ജനം ചിന്തിക്കുന്ന വികസനം എന്തൊക്കെ നടന്നിട്ടുണ്ട്, എന്തൊക്കെ മാറ്റം ഉൾക്കൊണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം, അതിനുപരിയായിട്ട് കേരളത്തിൽ മൊത്തത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, അതാണ് ജനം വിലയിരുത്തുന്നത്.